നമുക്ക് പൊളിക്കാം. പൊളിക്കാം എന്നതിന് നമ്മൾ +2 വിദ്യാർത്ഥികൾ കരുതുന്ന അർത്ഥമല്ല ചുറ്റുമുള്ള സമൂഹത്തിനുള്ളത്. നമുക്കതൊരു എനർജറ്റിക്കായ പദപ്രയോഗമായിരിക്കാം. എന്നാൽ സംശയത്തോടെ അല്ല, ഒരൽപ്പം ഭയത്തോടെയാണ് നമ്മുടെ സമൂഹം നമ്മുടെ ഇത്തരം പ്രയോഗങ്ങളെ കാണുന്നത്. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചില സുഹൃത്തുക്കളുടെ പ്രവർത്തനങ്ങൾ കാരണം അവർ നമ്മെക്കുറിച്ച് മോശമായി കരുതുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഷോക്കേറ്റതുപോലെയുള്ള മുടിയും വായ തുറന്നാൽ മോശപ്പെട്ട സംസാരവും ആരെയും വകവെക്കാതെയുള്ള അഹങ്കാരഭാവവും അവസാനം കണ്ട സിനിമയിലെ ഏതോ നാലാംകിട ഡയലോഗ് പറഞ്ഞുകൊണ്ടുള്ള നടത്തവും അങ്ങനെ പലതും. അനുഭവങ്ങളിൽ പാഠം പഠിക്കാത്തവർ, മറ്റേതോ ലോകത്തിലാണെന്ന പോലെ ജീവിക്കുന്ന ചില കമിതാക്കൾ. ആരാണവരെ ഇഷ്ടപ്പെടുക? സുഹൃത്തുക്കളെ, ഇതൊന്നും അതിശയോക്തിയുള്ളതല്ല, സത്യമാണ്. കറുത്ത പൂച്ച മുന്നിൽ ചാടുമ്പോഴേക്കും മനസ്സ് അസ്വസ്ഥമാകുന്നവരുമുണ്ട് നമ്മുടെ സുഹൃത്തുക്കളിൽ. എന്തോ കണ്ട് പേടിപ്പിക്കുമ്പോഴേക്കും കയ്യിൽ ചരട് കെട്ടുന്നവരും കെട്ടിപ്പിക്കുന്നവരും നൊന്തുപെറ്റ ഉമ്മയോട് കയർത്ത് സംസാരിക്കുന്നവരും ആൾക്കൂട്ട ബഹളങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടാൻ വേണ്ടി എന്തും ചെയ്യുന്നവരും, അങ്ങനെ എല്ലാവരുമുണ്ട്. ഇവർ നമുക്ക് പൊളിക്കാം എന്നു പറഞ്ഞാൽ സമൂഹം ഞെട്ടാതിരിക്കുമോ? എന്നാൽ നമ്മൾ അങ്ങനെയല്ല. അല്ല, അങ്ങനെയാവരുത്. ജീവിതത്തോടും ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചും കാഴ്ചപ്പാടുള്ളവരാണ് നാം. അതെ, ലക്ഷ്യബോധത്തോടെ സഞ്ചരിക്കേണ്ടവർ. സുഹൃത്തേ, നാം ആരായിരുന്നു? ചിന്തിച്ചിട്ടുണ്ടോ? വെറും 12.5 ഗ്രാം മാത്രമുള്ള ഒരു മാംസക്കഷ്ണമായി മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നാരംഭിച്ച യാത്രയാണ് താങ്കളെ ഇവിടെ എത്തിച്ചത്. എങ്കിൽ ഇതിന് തിരശ്ശീല വീഴുന്ന ഒരു ദിവസമില്ലേ? ജീവിതമെന്ന് നാം പേര് വിളിക്കുന്ന ആ പ്രതിഭാസം അവസാനിച്ച് മറ്റുള്ളവരുടെ ചുമലിലേറി നാം ശ്മശാന മൂകതയിലേക്ക് യാത്ര തിരിക്കുന്ന നിമിഷങ്ങളെക്കുറിച്ച് താങ്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനു മുമ്പ് നാം കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമോ? +2 സർട്ടിഫിക്കറ്റും എൻട്രൻസും പിന്നെ നാം മനസ്സിൽ കാണുന്ന ആ ക്യാമ്പസും ജോലിയും എല്ലാം പൂവണിയുമോ? അതോ ഉണർന്നിരുന്ന് കഷ്ടപ്പെട്ട രാവുകൾ വെറുതെയാവുമോ? നമ്മുടെ സമപ്രായക്കാരായ എത്രയോ പ്രതിഭകളുടെ മരണവാർത്ത പോലെ നാളെ നമ്മുടെ പേരും ഫ്ലാഷ് ന്യൂസുകളിൽ മിന്നിമറയില്ല എന്ന് എങ്ങനെ പറയാനാവും? അങ്ങനെ സംഭവിച്ചാൽ സഹോദര, എല്ലാ തിന്മകളിലും അഭിരമിച്ച് പിന്നെ ന്യൂജൻ എന്ന ന്യായവും നൽകി ആസ്വദിച്ചവനും നന്മകൾ മാത്രം ചെയ്ത് ജീവിച്ചവനും മൂടുകല്ലുകൾക്ക് താഴെ മണ്ണായി അവസാനിക്കുന്നതാണ് ജീവിതമെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ നന്മയ്ക്കു വേണ്ടി കഷ്ടപ്പെടുന്നു? കൊല ചെയ്യപ്പെട്ടവനും കൊലയാളിയും ആക്രമിക്കപ്പെട്ടവനും അക്രമിയും സഹപാഠിയുടെ വേദനകളിൽ ആശ്വാസമായവനും അവനെ റാഗിംഗ് ചെയ്തവനും എല്ലാം തുല്യരാണെന്ന തത്വത്തിനു മുൻപിൽ താങ്കളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നില്ലേ? അവിടെയാണ് നന്മ തിന്മകൾക്ക് ആത്യന്തിക പ്രതിഫലം വേണമെന്ന മനസ്സിൻ്റെ തേട്ടത്തിന് ലോകസ്രഷ്ടാവ് നൽകുന്ന ഉത്തരം ശ്രദ്ധേയമാകുന്നത്. أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه. മനുഷ്യൻ വിചാരിക്കുന്നുവോ നമുക്ക് അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാനാവില്ലെന്ന്? എന്നാൽ നാം അവന്റെ വിരൽത്തുമ്പ് പോലും കൃത്യമായി നിർമ്മിക്കാൻ പോന്നവനാണ്. സഹോദര, മൺകൂനകളെ ഭേദിച്ച് നാം തിരിച്ചുവരുന്ന ഒരു ദിവസമുണ്ട്. തീർച്ച, നന്മ ചെയ്തവന് പ്രതിഫലമായി അനുഗ്രഹങ്ങളുടെ സ്വർഗവും തിന്മ ചെയ്തവന് കത്തിയാളുന്ന നരകവും വിധിക്കപ്പെടുന്ന ദിവസം. സ്വർഗം നേടാൻ സ്വർഗത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുക. അതെ, നമ്മെയും നമ്മൾ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെയും സകലതിനെയും സൃഷ്ടിച്ചവനാണവൻ. താങ്കളുടെ കണ്ണ് ചിന്തിച്ചിട്ടുണ്ടോ? 120 ലക്ഷം പ്രകാശസംവേദിയായ കോശങ്ങളാൽ സമ്പന്നമാണ്. 100 ലക്ഷം നിറങ്ങളെ തിരിച്ചറിയാൻ ശേഷിയുണ്ട്. 576 മെഗാപിക്സൽ ക്ലാരിറ്റിയുണ്ട്. താങ്കളുടെ രക്തം ചിന്തിച്ചിട്ടുണ്ടോ? ഒരു തുള്ളി രക്തത്തിൽ ശരാശരി 50 ലക്ഷം ചുവന്ന രക്താണുക്കളും 3 ലക്ഷം പ്ലേറ്റ്ലെറ്റുകളും 10,000 ശ്വേതരക്താണുക്കളും അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ രക്തക്കുഴലുകൾക്ക് 96,560 കിലോമീറ്റർ നീളമുണ്ട്. ബാക്കിയുള്ള ശരീരഭാഗങ്ങളിൽ ഇതുപോലെ എന്തെല്ലാം?
ആരാണ് ഈ അത്ഭുത പ്രതിഭാസങ്ങൾ സംവിധാനിച്ചത്? അവനെ തിരിച്ചറിയുക. നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും അവന് മാത്രമാക്കുക. എന്തുകൊണ്ട്? അവൻ രാവിനെ പകലിൽ കടത്തിവിടുന്നു, പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നു. സൂര്യചന്ദ്രന്മാർ അവന്റെ അധീനതയിലാണ്. അവയെല്ലാം ഒരു നിശ്ചിത അവധി വരെ ചരിക്കുന്നു. അങ്ങനെയെല്ലാമുള്ള അല്ലാഹുവാണ് നിങ്ങളുടെ നാഥൻ. ആധിപത്യം അവന്റേതു മാത്രമാണ്. അവനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോ ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും അവരുടെ ഉടമസ്ഥതയിലില്ല. സഹോദര, ഈ സത്യങ്ങൾ കൈമാറാനാണ് പ്രവാചകനിലൂടെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അതെ, നന്മതിന്മകളെ വ്യവച്ഛേദിക്കാൻ, സത്യത്തെ ഉദ്ഘോഷിക്കാൻ, മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി ശബ്ദിക്കാൻ, ബാധ്യതകളെ ഓർമ്മപ്പെടുത്താൻ, തീവ്ര ഭീകര ചിന്തകളുടെ മുനയൊടിക്കാൻ, വർഗീയതയുടെയും വർണ്ണവിവേചനത്തിൻ്റെയും ബന്ധനങ്ങൾ തകർത്ത് മനുഷ്യരെ മനുഷ്യരായി കാണാൻ. ഖുർആൻ മുസ്ലിം വീടുകളിൽ പാരായണം ചെയ്യപ്പെടാൻ മാത്രമുള്ളതല്ല, നന്മ തേടുന്ന മനുഷ്യരാശിക്കുള്ള വിളക്കുമാടമാണത്. വായിക്കാൻ സമയം കണ്ടെത്തുക. സുഹൃത്തെ, അവസാനിക്കും മുമ്പ് ചില കാര്യങ്ങൾ കൂടി പങ്കുവച്ചോട്ടെ. സമയം തിരിച്ചു കിട്ടാത്ത നിധിയാണ്. ആ പാതയിലൂടെയാണ് നാം നെയ്തുവെച്ച ലക്ഷ്യത്തിലേക്കെത്തേണ്ടത്. ഫലപ്രദമായി ഉപയോഗിക്കുക. ചരിത്രം സൃഷ്ടിച്ചവരും ഉയരങ്ങൾ മറികടന്നവരും അങ്ങനെയായിരുന്നു. വിദ്യാർത്ഥി, പുസ്തകക്കെട്ടുകൾക്ക് മുമ്പിൽ മാത്രം ഒതുങ്ങുന്ന ജീവിതമല്ലെന്ന് മറക്കാതിരിക്കുക. ചുറ്റുപാടുകളെ തിരിച്ചറിയുക. നൈമിഷിക ആസ്വാദനങ്ങളിൽ സമയം പാഴാക്കുന്ന നമ്മുടെ ആ സുഹൃത്തുക്കളെയും ഈ നന്മയുടെ പാതയിലേക്ക് ക്ഷണിക്കുക. നമ്മളാണ് എല്ലാ നന്മക്കും മുന്നിൽ നിൽക്കേണ്ടവർ. ആ നമ്മളാണ് പറയേണ്ടത്, വരൂ, +2 നമുക്ക് പൊളിക്കാമെന്ന്, നന്മയുടെ വിദ്യാർത്ഥിയാകാമെന്ന്, സമൂഹത്തിനോട് കടമയുള്ളവനാകാമെന്ന്, അധാർമികതയ്ക്കെതിരെ ഉറക്കെ ശബ്ദിക്കാമെന്നും, നാടിൻ്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കാമെന്നും, ഫാസിസത്തിനെതിരെ മനസ്സുകളെ ഒന്നിപ്പിച്ച് മതിൽക്കെട്ടുകൾ തീർക്കാമെന്നും. അപ്പോൾ സമൂഹം നമുക്ക് പിന്തുണ നൽകും. അവർ നമ്മുടെ കൂടെ അണിനിരക്കും. കൂട്ടുകാരെ, ഇതിനെല്ലാം നമുക്ക് ഊർജം സംഭരിച്ചേ തീരൂ. മൂല്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവുണ്ടായേ തീരൂ. സത്യത്തിൻ്റെ സംരംഭങ്ങളോട് കൈകോർത്തേ മതിയാവൂ. ഹൈസക് വിളിക്കുന്നത് തീർച്ചയായും ഇതിനെല്ലാം വേണ്ടിയാണ്. ധാർമ്മികതയുടെ കാവലാളാകാൻ. ഇതിന് നമ്മളല്ലാതെ ആരാണ് ഉത്തരം ചെയ്യാനുണ്ടാകുക? കേരളത്തിലെ തെരഞ്ഞെടുത്ത 17 കേന്ദ്രങ്ങളിൽ ഹയർ സെക്കൻഡറി സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഈ അവസരത്തിന് സാക്ഷിയാകാൻ താങ്കളെയും കൂട്ടുകാരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ വരുന്ന നവംബർ 12 9 മണി മുതൽ 5 മണി വരെ നേമം കോർപ്പറേഷൻ ഹാളിൽ. എല്ലാ വിദ്യാർത്ഥികൾക്കും സമ്മേളനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. രജിസ്ട്രേഷനു വേണ്ടി ബന്ധപ്പെടുക 73 56 03 31 54 95 44 12 04 46.